എടാ ഒന്നുമില്ല, അച്ഛനൊന്നുമില്ല. അനിയൻകുട്ടാ, ദാസേട്ടനൊന്നുമില്ല, ഇപ്പം മാറും. നീ കരയാതെ നിൽക്ക. എക്സ്ക്യൂസ് മീ. യെസ്. പേഷ്യൻറ്റിന് ബ്ലഡ് വേണം, ബി പോസിറ്റീവ്. ബി പോസിറ്റീവ് ബ്ലഡ് ഞങ്ങളുടെ കയ്യിൽ ഇവിടെ സ്റ്റോക്കില്ല, നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരണം. എൻ്റെ ബ്ലഡ് ബി പോസിറ്റീവാണ് ഡോക്ടർ. ആ, വെരി ഗുഡ്, പ്ലീസ് കം. ചേച്ചി, അച്ഛൻ, അഖില, നീ എന്താ ആലോചിക്കുന്നത്? ദാസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഖില, നീ ഇങ്ങനെ വിഷമിച്ച് തളർന്നിരുന്നാൽ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകും. ആനന്ദിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നതുമില്ല. കൃഷ്ണേട്ടാ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം മനസ്സാ ദാസേട്ടൻ്റെത്. കണ്ണും ചതിയൊന്നും ദാസേട്ടന് വശമില്ല. എന്നിട്ടും ദാസേട്ടൻ ഇങ്ങനെ. ദാസിനെ നമ്മൾ സംശയിക്കുന്നു എന്ന് തോന്നലുണ്ടാവാം. പാവം. അഖില, എനിക്കെന്തോ ഗംഗ കരുതിക്കൂട്ടി. അല്ല കൃഷ്ണേട്ടാ, ഇത് ഗംഗയുടെ തെറ്റല്ല. ആ പ്രിയങ്കം മറഞ്ഞു നിന്ന് കളിക്കുക. അല്ലെങ്കിൽ ഇത്രയും വലിയ തുക ബാങ്കിൽ നിക്ഷേപിക്കില്ലല്ലോ. അതും ദാസേട്ടന്റെയും കല്യാണിയുടെയും പേരിൽ. ആനന്ദിന്റെ കല്യാണം ഒന്ന് മുടങ്ങിയപ്പോഴേ അവളെ അങ്ങ് തീർത്ത് കളയണമായിരുന്നു. അത് ചെയ്യാത്തതാ എനിക്ക് പറ്റിയ തെറ്റ്. ദാസേട്ടൻ എന്തെങ്കിലും പറ്റിയാൽ. ഓർമ്മയുണ്ടോ കൃഷ്ണേട്ടന്? ഞാൻ ആനന്ദിന് നിറവയറായിരിക്കുമ്പോ ഹർത്താൽ ദിനമായിരുന്നു. കൃഷ്ണേട്ടൻ നാട്ടിലില്ല, വേദനയും തുടങ്ങി. എന്നെയും കൊണ്ട് പാവം ദാസേട്ടൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഹർത്താൽ അനുകൂലികളുടെ കല്ലേറിൽ ആ നെറ്റി പൊട്ടി ചോര കൊടുകൂടെ ഒലിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ജീവൻ വരെ വകവയ്ക്കാതെ നമുക്ക് വേണ്ടി. അഖില, എന്തായത്? ദാസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ആനന്ദ് രക്തം കൊടുത്തെന്നല്ലേ നീ പറഞ്ഞത്? അത് പാഴാവൂ. ദാസ് ഒരുപാട് നാള് തൊള്ളേറ്റ് നടന്നതാ അവന്. നിനക്ക് ദാസ് കൂടെ പിറന്നില്ലെങ്കിലും കൂടപ്പിറപ്പിനെ പോലെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വാ, താഴേക്കും വാ അഖില.
ആ ദാസന്റെ കഥ ഇതോടെ തീരുമെന്ന് കരുതി. അങ്ങനെ ആ കല്യാണിയുടെ അധ്യായം അടയുമെന്ന് കരുതി. അതൊന്നും നടന്നില്ല. വിഷം കഴിച്ച് ചാവൂന്ന് കരുതിയ ഡ്രൈവർക്ക് രക്തം കൊടുത്ത് രക്ഷിച്ചിരിക്കുന്നു ആ ആനന്ദകൃഷ്ണൻ. ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല ആന്റി. രക്തം കൊടുപ്പ്. അടുക്കളക്കാരി ചാകാൻ കിടന്നപ്പോ അവിടെ ചെന്ന് രക്ഷിച്ച ആനന്ദ് ദേ ഇപ്പൊ അവളുടെ അച്ഛനെയും രക്ഷിച്ചിരിക്കുന്നു. ഇവനാര്? രക്ഷിതാവോ? ഇതിനായിരിക്കും അല്ലേ ആന്റി രക്തബന്ധം എന്ന് പറയുന്നത്? പല വഴി നോക്കിയതാ അവളെയും കുടുംബത്തെ ഇവിടെ ഓടിക്കാൻ. ഒരു വഴിയും അങ്ങോട്ട് ഫലിക്കുന്നില്ല. ഹോ, എന്ത് മാജിക്കാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. പിശാചിന്റെ പണി ചെയ്തിട്ട് ഈശ്വരനെ വിളിക്കുന്നതാ കുഴപ്പം. അഖിലാന്റി അങ്കിളും വരുന്നുണ്ടേ. ചേച്ചി, ദാസേട്ടന്റെ കാര്യം വല്ലതും? ഗംഗ, അവിവേകം അവിചാരിതമായ പല അപകടങ്ങളെയും ക്ഷണിച്ചു വരുത്തും. മനുഷ്യത്വം ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യനായി ജീവിക്കുന്നത്. ഈ വീട്ടിലെ ഓരോരുത്തർക്കും അവരവരുടേതായ ചില കടമകളും പദവിയും ഉണ്ട്. അതനുസരിച്ച് വേണം എല്ലാവരും പ്രവർത്തിക്കാൻ. ദാസും മക്കളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. മനസാക്ഷി സൂക്ഷിപ്പുകാരും വിശ്വസ്തരും. അവരൊന്നും ഞങ്ങളെ വഞ്ചിക്കില്ല. ജീവൻ ബലികഴിച്ചാലും ഞങ്ങളെ വഞ്ചിക്കാൻ അവരെ കൊണ്ട് സാധ്യവുമല്ല. അതുപോലെ ദാസും കുടുംബവും എങ്ങനെയെന്ന് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട. എന്റെ മകനെ തോളിലേറ്റി നടന്ന ദാസേട്ടനെ ആനന്ദ് രക്തം കൊടുത്ത് രക്ഷിച്ചു എന്ന് കേട്ടപ്പോ ആത്മാഭിമാനം കൊണ്ട് എന്റെ മനസ്സ് വിങ്ങി. അറിയോ നിനക്ക് എന്തുകൊണ്ടാ? ഒരുപക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ കാര്യമാണ് രക്തദാനം. ആ ബോധ്യം അവനുള്ളത് കൊണ്ടാ അവൻ അങ്ങനെ ചെയ്തത്. ദാസേട്ടാ, ഞങ്ങളെല്ലാരും അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ ദാസേട്ടാ. വിഷമിക്കണ്ട. ഒരർത്ഥത്തിൽ ഈശ്വരൻ നടത്തുന്ന ഇത്തരം പരീക്ഷണങ്ങൾ നമുക്ക് തിരിച്ചറിവുണ്ടാക്കും. അത് ബന്ധങ്ങളുടെ ആഴം കാട്ടിത്തരികയും ചെയ്യും. ദാസിനോട് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ ഗംഗയ്ക്ക് കുറ്റബോധമുണ്ട്. അവളോട് ക്ഷമിച്ചേക്ക്. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ സാർ, ഗംഗാമ്മേടല്ലോ. എന്താ ദാസേട്ടായി പറയുന്നത്? 25 വർഷമായി ഞാനിവിടെ ജോലി നോക്കുന്നു. പക്ഷെ എല്ലാവരും എന്നെ മനസ്സിലാക്കണമെന്നില്ലല്ലോ മാഡം. ഓ, അങ്ങനെ. പണം സൂക്ഷിക്കാതെ പരോപകാരം ചെയ്യാൻ പോയത് എന്റെ തെറ്റ്. അതിന് മാഡത്തിനോട് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ. അയ്യോ, എന്തൊരഭിനയം! കാലന് പോലും വേണ്ടല്ലോ ഇയാളെ. മാഡം എന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. കള്ളന്മാർ വിരിച്ച വലയിൽ പോയി വീണത് ഞാനല്ലേ. അതിന് ഗംഗാമ്മേടം എന്ത് തെറ്റ് ചെയ്തു? ഗംഗാമേഡത്തിനോട് അന്ന് ഇന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഗംഗ,
ഇതാണ് ഞങ്ങളുടെ ദാസേട്ടൻ. ഈ മനസ്സ് മനസ്സിലാക്കാൻ പല ജന്മം വേണ്ടിവരും. ആനന്ദ്, ഡോക്ടർ എന്ത് പറഞ്ഞു? റെസ്റ്റ് എടുക്കാനാമേ പറഞ്ഞത്. ദാസേട്ടാ, നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. ഒക്കെ മാറിയിട്ട് ജോലിക്ക് വന്നാ മതി. ശരി മാഡം. കല്യാണി, സർ. ദാസനെ നന്നായിട്ട് നോക്കണം. ദാസന് സുഖമാവുന്നവരെ നീ ലീവ് എടുത്തു. വേണ്ട സർ, ഞാൻ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ ജോലിക്ക് വന്നോളാം. എങ്കിൽ ശരി, അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകും. കല്യാണി, ഏയ് കല്യാണി, എന്തു പറ്റി കല്യാണി? നീ എന്തിനാ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? ഏയ്, ഇത് കരഞ്ഞതൊന്നുമല്ല വല്യുഞ്ഞെ, നന്ദി പറഞ്ഞതാ. നന്ദി പറഞ്ഞതോ? ഇവിടെ ഈ നേരത്തെ ഒറ്റയ്ക്ക് വന്നിരുന്ന് നീ ആരോടാ നന്ദി പറഞ്ഞത്? വല്യുഞ്ഞിന് തന്നെയാ നന്ദി പറഞ്ഞത്. ഓ, നീ എനിക്ക് നന്ദി പറയത്തക്ക രീതിയിൽ ഞാൻ നിനക്ക് അന്യനായോ കല്യാണി? ഏയ്, അതൊന്നും കൊണ്ടല്ല. പിന്നെ നീ ഇത്ര നന്ദി പറയത്തക്ക രീതിയിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? എന്റെ അച്ഛനെ ജീവനോടെ തിരികെ തന്നില്ലേ? വല്യുഞ്ഞ ആ സമയത്ത് അച്ഛന് രക്തം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അച്ഛനെ കൂടി നഷ്ടപ്പെടുമായിരുന്നു. കല്യാണി, ഞാൻ ചെയ്തത് വലിയ ത്യാഗമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു മരുമകന്റെ കടമയാണ് ഞാൻ ചെയ്തത്. മാത്രമല്ല, നിന്നെ പോലൊരു സൗഭാഗ്യത്തെ തന്നതിന് ഞാൻ അത്രയെങ്കിലും ചെയ്യേണ്ട കല്യാണി. ഞാൻ ഭാഗ്യം ചെയ്തവളാ വല്യുഞ്ഞെ. അതുകൊണ്ടല്ലേ എനിക്ക് ഈ ജന്മത്തിൽ വല്യുഞ്ഞിനെ കിട്ടിയത്. കല്യാണി, ഈ ജന്മത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിലും നീ എനിക്ക് ആരോ ആയിരുന്നിരിക്കാം. നിന്നെ കണ്ടെന്നാൾ ഈ കണ്ണുകൾ എന്നോട് മൗനമായി പറഞ്ഞതും അത് തന്നെയാ. വല്യുഞ്ഞെ, കുറച്ചു നേരം ഞാൻ ഈ തോളിലൊന്ന് ചാരിയിരുന്നോട്ടെ? വാ. കല്യാണി, എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ? ഈ ലോകത്ത് നമ്മൾ രണ്ടും ഒഴികെ മറ്റെല്ലാം മായണം. പിന്നെ പിന്നെ ഈ ആകാശവും ഭൂമിയൊക്കെ സ്വന്തമാക്കി നമ്മൾ കണ്ട സ്വപ്നങ്ങളെ കൈവെള്ളയിൽ വെച്ച് ആകാശത്തേക്ക് പാറി പറക്കണം. സുപ്രഭാതം അച്ചു. ആ, ഗുഡ് മോർണിംഗ്. അപ്പോ സർക്കാർ ജോലിക്കാരൻ ഇന്നും അപ്പോ ഓഫീസിലേക്കല്ലേ? അല്ല, നീ വല്ല കല്യാണത്തിന് പോകുന്നുണ്ടോ? ഗിഫ്റ്റ് പാക്കറ്റ് ഒക്കെ ആയിട്ട്? ഓഫീസിൽ പോണം. അതിനുമുമ്പ് നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ആഹാ, എന്നെ കാണാൻ തന്നെയാണോ? അതോ
മറ്റേ ആള് ലീവ് കഴിഞ്ഞ് എത്തിയോന്ന് അറിയാനുള്ള വരവാണോ? മച്ചു, കാര്യമൊക്കെ ശരിയെന്നെ. നിന്റെ ഈ മതമൈത്രി പ്രണയം അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. നിന്നെ അവളെ ഈ പടി കയറ്റില്ല. ഓ, അപ്പൊ കാര്യങ്ങൾ അങ്ങനല്ലേ? പാലം കിടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. നിന്റെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? എടാ, കൂട്ടുകാരായ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി വേണോടാ, നന്ദി. ശരി, നീ പിണങ്ങണ്ട. ഞാനിപ്പോ എന്ത് സഹായവും നിനക്ക് ചെയ്തു തരാനുള്ളത്? തൽക്കാലം സഹായമൊന്നും വേണ്ട. എന്നാ ഇത് പിടിക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ്. ഗിഫ്റ്റോ? എന്തിന്? ആ, കല്യാണത്തിന് ഞാനൊന്നും തന്നില്ലല്ലോ. ഇന്നലെ ഒരു ഷോപ്പിങ്ങിന് പോയിരുന്നു, നല്ലൊരു ഗിഫ്റ്റ് കൊണ്ട് വാങ്ങി. നമുക്കിടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട. ഇതേ നോക്ക്, ഞാനിത് നിനക്ക് വേണ്ടി വളരെ ആഗ്രഹത്തോടെ വാങ്ങിക്കൊണ്ട് വന്നതാ. ഇത് വാങ്ങിക്ക്. സോറി. ശരി, ഓക്കെ, ഞാൻ നിന്നെ കമ്പയർ ചെയ്യുന്നില്ല. നിനക്ക് വേണ്ടെങ്കിൽ ഞാനിത് നിന്റെ കെട്ടിയൊക്കെ കൊടുത്തോളാം. ആ ശരി, വൈകിട്ട് കാണാം. ശരി. കല്യാണി ഇതെങ്ങോട്ട് പോയി? കല്യാണി, ആ, സുബ്ര സാറോ? ഞാൻ കല്യാണി എവിടെയൊക്കെ തിരക്കി. എന്തു പറ്റി സാർ? സാറെന്തിനാ എന്നെ തിരക്കിയേ? അതോ, അത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഗിഫ്റ്റും തന്നില്ലല്ലോ. അന്ന് തരാനുള്ളതായിരുന്നു, പക്ഷേ ആ ടെൻഷനിടയിൽ പറ്റിയില്ല. എന്നാ ഇത് വാങ്ങിക്കാം. അയ്യോ, സാറ് ഞങ്ങളുടെ കല്യാണത്തിന് എല്ലാ സഹായവും ചെയ്ത് കൂടെ നിന്നില്ലേ? അത് മതി. അതിലും വലിയ സമ്മാനമൊന്നുമില്ല. കൊള്ളാം, നിങ്ങള് ഭാര്യയും ഭർത്താവും ഒരുപോലാണല്ലോ പറയുന്നേ. അതേ കല്യാണി, അത് ഞാൻ ഈ ഗിഫ്റ്റ് ആദ്യം ആനന്ദിന് കൊടുക്കാൻ നോക്കി. അപ്പോ നമുക്കിടയിൽ എന്ത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് വാങ്ങാതെ ഒഴിവാക്കി വിട്ടു. അപ്പൊ പിന്നെ ഇത് കല്യാണിയുടെ കയ്യിൽ തന്നിട്ട് പോവാന്ന് വിചാരിച്ചപ്പോ ഇവിടെ അതേ പല്ലവി തന്നെ. ഞാൻ തരുന്നല്ലേ, കല്യാണി വാങ്ങി. വല്യൂഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ ഗിഫ്റ്റ് ഞാൻ എങ്ങനെയാ സാർ വാങ്ങണേ? വേണ്ട, അത് ശരിയാവില്ല. കല്യാണി, ദേ, നിന്റെ സ്വന്തം ഏട്ടനാണ് ഇതിപ്പോ തരുന്നെങ്കിൽ നീ വാങ്ങാതെ തിരികെ കൊടുത്തു വിടുമായിരുന്നോ? എന്നെ അങ്ങനെ കണ്ടൂടെ? ഒരമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയ കൂടപ്പിറപ്പായിട്ട്. ഇതുപോലെ ഏട്ടനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ഇനി മുതൽ ഞാൻ സാറിനെ ഏട്ടാന്ന് വിളിച്ചോട്ടെ? പിന്നെന്താ, ഇതിലും വലിയ സന്തോഷം എനിക്ക് എന്താ കല്യാണി. ഇനി മുതൽ നീ എന്നെ ഏട്ടാന്ന് വിളിച്ചോ. ആ ശരി ഏട്ടാ, ആ ഗിഫ്റ്റ് ഇങ്ങ് തന്നേക്ക്. വല്യുഞ്ഞിനോട് ഞാൻ പറഞ്ഞോളാം. സന്തോഷമായി. കല്യാണി, ശരിയെന്നാ, ഓഫീസിൽ പോണം, ലേറ്റാവും. പോട്ടെ. ശരി ഏട്ടാ, പോയിട്ട് വാ. ശരി. ഞാനിപ്പോ എന്റെ കെട്ടിയോളെന്ന് വന്നിരുന്നെങ്കിലെന്ന് ആലോചിച്ചതേ ഉള്ളൂ. അപ്പതാ പ്രത്യക്ഷപ്പെട്ടതുപോലെ ആള് മുന്നിലെത്തി. അല്ല, ഇതെങ്ങനെ സാധിച്ചു കല്യാണി? അതെ, മനസ്സിലുള്ള പെണ്ണിനെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഒരു സിദ്ധിയാ. ഈ അപ്സരസുകളൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുവായിരുന്നാ മുത്തശ്ശി പണ്ട് പറയണേ. ഏതായാലും അപ്സരസുകളെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഈ ഗന്ധർവന് ഒരു സമ്മാനമായിട്ടാ ഞാൻ വന്നിരിക്കണേ. സമ്മാനോ? എന്ത് സമ്മാനം?